ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് മലബാർ സ്പെഷ്യൽ കായ്ക്കറി അഥവാ പിടിക്കറി എന്ന് പറയുന്നില്ലേ, അതിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് പലർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടാവില്ല. അവർക്കൊരു ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് തരണേ. ആദ്യം തന്നെ കായ്ക്കറിക്ക് വേണ്ടിയിട്ട് കടലപ്പരിപ്പ് ഒന്ന് കുതിർത്തിയെടുക്കാം. അതിനായിട്ട് തന്നെ 1/4 കപ്പോളം കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. കടലപ്പരിപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് തടിപ്പുള്ള ഒരു പരിപ്പുണ്ടല്ലോ, അതാണ്. കുക്കറിൽ വേവിക്കുന്നതെങ്കിൽ കഴുകി ഡയറക്റ്റ് തന്നെ വേവിച്ചെടുക്കാം. ഞാനിപ്പം കുക്കറിലല്ല വേവിക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് കഴുകി കുതിർത്തി വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരട്ടെ. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുതിരാൻ വേണ്ടി അടച്ചു വെക്കാം. കടലപ്പരിപ്പ് കുതിർന്ന് വരുമ്പോഴേക്ക് അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. നമ്മൾ സാധാരണ പത്തിരിപ്പൊടിയില്ലേ, അതാണ്. അപ്പോൾ അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം സാധാരണ വെള്ളം ഒഴിച്ച് കുഴച്ച് വെക്കാം. നമ്മൾ സാധാരണ കൽമാസിനൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ, അതേ കണക്കങ്ങ് കുഴച്ചെടുക്കാം. പിന്നെ ചില അരിപ്പൊടികൾക്ക് നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കേണ്ടതുണ്ട്. എൻ്റെത് ഇപ്പോൾ സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ കുഴക്കുന്ന പൊടിയാണ് കേട്ടോ. അപ്പോൾ ഓരോ പൊടിൻ്റെ ഒരു വ്യത്യാസം അനുസരിച്ചിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കുഴക്കുന്ന പൊടിയാണെങ്കിൽ ചൂടുവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. എൻ്റെത് പച്ചവെള്ളത്തിൽ തന്നെയാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കൈവച്ച് തന്നെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കരുത്, അതാണ് ഇതിന്റെ പാകം. നമ്മൾ കക്കറോട്ടിക്കൊക്കെ ഉരുട്ടി എടുക്കുന്നില്ല, അതേ കണക്കന്നെ കേട്ടോ. കുഴച്ചു വെച്ച അരിപ്പൊടിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിൽ എണ്ണ തടവിയതിനു ശേഷം ഈ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് സ്റ്റീമറിലെ മുകളിലേക്ക് ഇങ്ങനെ തട്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. തട്ടിലാവുമ്പോൾ വാഴയില അതിന്റെ മുകളിൽ ആ തട്ടിൽ ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ട് അതിലാണ് നമ്മൾ ഈ പിടി ഇട്ട് കൊടുക്കാറ് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഇപ്പം ഇല കിട്ടാൻ വഴിയില്ല, അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം അരിപ്പൊടി മുഴുവനും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് മുൻപായിട്ട് കുറച്ച് അരിപ്പൊടിയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അത്രേ വേണ്ട കേട്ടോ. പെട്ടെന്ന് കുക്കായി കിട്ടും. അരിപ്പൊടിയല്ലേ. അരിപ്പൊടി ഷേപ്പ് ചെയ്തെടുക്കുമ്പോഴേക്ക് ഇതാ കടലപ്പരിപ്പും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കടലപ്പരിപ്പും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വരാന്ന് പറഞ്ഞാൽ അടിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്ന ഒരു പാകം എന്ന് പറയുന്നില്ലേ, ആ ഒരു കണക്കിന് വേണേ വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. പിടിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. തമ്മിൽ ഒട്ടാതെ വിട്ട് വരുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് തണുത്തതിന് ശേഷം സ്റ്റീമറിൽ നിന്ന് മുഴുവൻ പിടി ഇങ്ങോട്ടേക്ക് മാറ്റാം. അടുത്തത് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ച് ഏറെ തന്നെ വേണേ. 1-ാം പാലും 2-ാം പാലും എടുക്കേണ്ടത്. അപ്പോൾ 1-ാം പാൽ എടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക. അതിൽ 2 ഏലക്കായ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. എന്നിട്ട് നല്ല കൊഴുപ്പോട് കൂടിയിട്ട് 1-ാം പാൽ അടിച്ചെടുത്തത് അരിച്ചെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. 1-ാം പാൽ അടിച്ചെടുത്ത് അതേ തേങ്ങയിലോട്ട് തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2-ാം പാൽ കൂടെ പിഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. 2-ാം പാൽ കുറച്ച് ഏറെ വേണേ. 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം എൻ്റെ ചെറുതായതുകൊണ്ടാണ് 4 എടുത്തത്. അപ്പോൾ കുറച്ച് വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 3 മതിയാവും. എന്നിട്ട് നമ്മൾ കായ്പോളക്കൊക്കെ കട്ട് ചെയ്യുന്നില്ലേ, അതിന്റെ സെന്ററിൽ ഒരു വര ഇട്ടിട്ട് നേരെ പകുതിയാക്കിയിട്ട് അങ്ങനെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു പഴം മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വഴിയെ പറഞ്ഞുതരാം. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ഗീ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ പഴം ഞാൻ ഇതിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, പുതിയവരോടാണ്, നിങ്ങൾ കായ്ക്കറി വെക്കുന്ന സമയത്ത് ഈ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. കാരണം സാധാരണ കായ്ക്കറി വെക്കുമ്പോൾ പഴം ഇതുപോലെ ഒന്നിങ്ങനെ വഴറ്റിയിട്ടൊന്നും ഇട്ട് കൊടുക്കാറില്ല. ഇവിടെ പിന്നെ അങ്ങനെയാണ് ഇവരെ താല്പര്യം. അപ്പോൾ ഇവരിലെ കുടിക്കേണ്ട ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ഈ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് ഈ പഴം ചേർത്ത് കൊടുക്കുന്ന ആ ഭാഗത്ത് നിങ്ങൾ കട്ട് ചെയ്ത് വെച്ച പഴം ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ വേവിക്കാതെ മാറ്റി വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ, അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2-ാം പാലിൽ നിന്ന് കുറച്ച് പാലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി തേങ്ങാപ്പാലിൽ ഈ അരിപ്പൊടി നന്നായിട്ട് കലക്കിയെടുക്കണം. ഒട്ടും കട്ട കെട്ടാൻ പാടില്ല കേട്ടോ. ഒട്ടും കട്ടയില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അരിപ്പൊടി കലക്കിയ ബാക്കിയുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ 2-ാം പാലിൽ നിന്ന്, അത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ അരിപ്പൊടി കലക്കിയത് ഒന്നുകൂടെ ഒന്ന് കലക്കിയതിന് ശേഷം അതും ഈ പാലിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അരിപ്പൊടി മിക്സ് ചെയ്ത തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ കൈവെക്കാതെ ഇളക്കി കൊടുക്കണേ. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് അടിക്ക് പിടിക്കാൻ വഴിയുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1 കപ്പോളം പഞ്ചസാരനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഴമൊക്കെ നല്ല മധുരമുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കൈവെക്കാതെ വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് തിള വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പഴം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ സമയത്ത് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തേ ഉള്ളൂ. ശരിയായിട്ട് കായ്ക്കറി ചെയ്യുമ്പോൾ ഇതുപോലെ ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആർക്കും ഇങ്ങനെ കഴിക്കുന്നത് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് പഴം ഒന്ന് വാട്ടിയെടുത്തത്. ശരിയായിട്ട് കായ്ക്കറി ഇങ്ങനെയാണ് കട്ടാ ചെയ്യേണ്ടത്. വാട്ടേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ ഇവിടെയുള്ള ആളെ താല്പര്യം അനുസരിച്ച് അങ്ങനെ ചെയ്തേ ഉള്ളൂ. കഴിക്കേണ്ടത് അവരാണല്ലോ, അതുകൊണ്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ശരിയായിട്ട് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കാണിക്കാനാണ് ആ ഒരു പഴം ഞാൻ ബാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. അതൊന്ന് തിള വരുന്ന സമയത്തും അതുപോലെ അരിപ്പൊടി ഒന്ന് വെന്ത് കുറുകി വരുമല്ലോ, ആ സമയത്തും വേണം കേട്ടോ പഴം ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിന് ശേഷം വേണം പിടി ഇട്ട് കൊടുക്കാൻ. കാരണം പിടി ഓൾറെഡി കുക്കായതാണല്ലോ. പക്ഷേങ്കിൽ പഴം നമ്മൾ വാട്ടുകയോ ഒന്നും ചെയ്യാതെ ചേർത്ത് കൊടുത്തതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് കുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമിന് വേണ്ടി
വേണ്ടിയിട്ടാണ് അരിയും ആ തേങ്ങാപ്പാൽ തിളച്ച് വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ പറയുന്നത്. ഇനി വേവിച്ച് മാറ്റി വെച്ച ഈ കടലപ്പരിപ്പുണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കായ്ക്കറി റെഡിയാവും. ഇനി ഇരിക്കും തോറും ഇതൊന്ന് കുറുകിയും വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കായ്ക്കറിയുടെ പരിപാടി. പക്ഷേങ്കിൽ ഞാൻ ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പഴം, അത് ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും ഏലക്ക പൗഡർ ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് അതുകൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഒന്നാം പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതുകൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത് കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടായി വരേ വേണ്ടു. ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാനിലോട്ട് കുറച്ച് ഗീ ഒഴിച്ചിട്ട് കുറച്ച് കാഷ്നട്ട് കൂടെ ഒന്ന് വറുത്തിട്ട് അതുകൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇത്രയേ ഉള്ളൂ, കായ്ക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും ഒന്ന് കുറുകി വരും കേട്ടോ. അരിപ്പൊടി അതിനാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം സെർവിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി തലശ്ശേരി സ്പെഷ്യൽ കായ്ക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരാം. ഞാൻ പറഞ്ഞതുപോലെ ഇത് പലർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്തതേ ഉള്ളൂ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ തന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.